രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. MLA സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമില്ല. രാഹുൽ വിവാദം അവസാനിപ്പിക്കാനും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഇതല്ലാതെ മറ്റ് മാർഗം ഇല്ല എന്നും വിലയിരുത്തൽ. രാഹുലിനും എൽദോസ് കുന്നപ്പള്ളിക്കും ഇനി സീറ്റ് നൽകില്ല. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, എന്തായാലും ഈ ഒരു വിഷയത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാനമാണോ ഇത് അന്തിമ തീരുമാനമാകാനുള്ള സാധ്യത തന്നെയാണോ? വിവിധ KPCCയുടെ നിർണായകമായ കൂടിക്കാഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശവും അടക്കം സ്വീകരിച്ച ശേഷമാണ് KPCC ഇക്കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഷനിലേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനമാണ് നിലവിൽ KPCC നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കമാൻഡിനെ നിലവിൽ അറിയിച്ചിരിക്കുന്ന സാഹചര്യം ഇങ്ങനെയാണ്: പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കടക്കം കാര്യങ്ങൾ പോയാൽ ആ സീറ്റ് ഒരുപക്ഷെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം സംജാതമാകാതിരിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്ന മാർഗം, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന്. ഇതുകൂടി അംഗീകരിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം, അത് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അത് കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോയാൽ അത് പുറത്താക്കലിലേക്ക് എത്തും. സസ്പെൻഡ് ചെയ്യുക എന്നുള്ള തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വരുന്ന ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട യാതൊരു മീറ്റിംഗുകളിലോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പങ്കെടുക്കാൻ കഴിയില്ല. നിയമസഭാ സമ്മേളനങ്ങളടക്കം പ്രത്യേക ബ്ലോക്കായി, പ്രത്യേക ഒരു വ്യക്തിയായി മാത്രം, ഒരു സ്വതന്ത്രനായി മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയും ചെയ്യും. കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിയമസഭാ ബിസിനസ് കാര്യങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഈ വിഷയങ്ങളിൽ നിന്ന്, വിവാദങ്ങളിൽ നിന്ന് പൂർണ്ണമായും തലയൂരുക, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ വിഷയങ്ങളിൽ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന പൊതു സന്ദേശം ജനങ്ങൾക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിയും. അതിന് എൽദോസ് കുന്നപ്പള്ളിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടായിരിക്കും കൈക്കൊള്ളുക. കാരണം ഈ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായാൽ, ആരോപണങ്ങൾ ഉണ്ടായാൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് ഇതാണ്. അത് സ്ത്രീ സംരക്ഷകരുടെ ഉൾപ്പെട്ട രീതിയിലാണ് കോൺഗ്രസ് ഈ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെ ചുമന്നുകൊണ്ട് പോയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇനിയും ഭാവിയിൽ കോൺഗ്രസിന് ഉണ്ടാവും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖം രക്ഷിച്ച ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത്. അരുൺ, രാഹുൽ രാജിവെക്കണമെന്ന് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ, വനിതാ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. ഇതിന് രാഹുൽ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുക, ആ ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാകില്ലല്ലോ. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നത്? പ്രവിധ, കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ചിന്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എഴുതി വാങ്ങുക എന്നുള്ളതാണ്. കാരണം അത്തരം നിലപാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടത്. കോൺഗ്രസിനുള്ളിലെ വനിതാ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ BJP അക്കാര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടന്ന സ്ഥലമാണ്. നിലവിലെ ജനവികാരം കൂടി കണക്കിലെടുത്ത് രാഹുലിനെതിരായ ജനവികാരം അത് കോൺഗ്രസിനെതിരായി മാറും എന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ BJPക്കായിരിക്കും നേട്ടമുണ്ടാവുക. BJPക്ക് ഒരു നേട്ടമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നിലവിൽ കോൺഗ്രസ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കില്ല, അങ്ങനെ കൊണ്ടെത്തിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത്. അതിനുകൂടി അടിസ്ഥാനത്തിലുള്ള ഏക പോംവഴി എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് MLA തുടരാൻ അനുവദിക്കുക തന്നെ ചെയ്യും. അതിന് സാങ്കേതികമായ പ്രശ്നമില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന സന്ദേശം ഇങ്ങനെയായിരിക്കും. കാരണം രാഹുലിനെ തങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. MLA സ്ഥാനം ഒഴിയാത്തത് രാഹുൽ മാത്രമാണ്. അക്കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നതായിരിക്കും കോൺഗ്രസ് നേതൃത്വം പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ പോകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇനി വരാൻ പോകുന്ന ദിവസം ഇതിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായാൽ അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ വിവാദങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ച് അത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൈക്കൊള്ളുന്നത്. എന്തായാലും വനിതാ നേതാക്കളുമായി അടക്കം ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി പാർട്ടി തീരുമാനമെടുത്ത കൈക്കൊണ്ട നിലപാടുകളടക്കം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. MLA സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമില്ല എന്നും അറിയാൻ സാധിക്കുന്നു. രാഹുൽ വിവാദം അവസാനിപ്പിക്കാനും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് അരുൺ രാജ് നൽകുന്ന വിവരം.